എന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മരിക്കുന്നതിന്റെ കണ്ണോട് ഞാൻ കാണേണ്ടി വന്നു. ഈ ബ്ലേഡുമാർ 35 വയസ്സുകാരനൊക്കെ മരിക്കുന്നതും ഈ മുഴുവൻ പേര് എന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കെട്ടും പോയി. ജീവരുതി തല്ലിക്കൊന്ന് പറയണം, കുറെ ജീവരുതി കിട്ടിപ്പോയി. ഒരുത്തന്നെ രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ മാത്രം രക്ഷപ്പെട്ടു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. എന്റെ കൂടെ ഉണ്ടായിരുന്ന സകല കാരണവും പോയി. ജീവരുതി കിട്ടിയവരുണ്ട്, തല്ലിക്കൊന്നവരുണ്ട്. അതുകൊണ്ട് സുഹൃത്തെ, ദൈവം ഇന്നും ജീവനോടെ ഉണ്ട്. ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഇല്ല. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹമാണ്. ഞാനിപ്പോൾ കോട്ടയത്താണ്. കോട്ടയത്ത് ഒരു ബ്രദറിനെ കാണാനായിട്ട് വന്നതാണ്. അദ്ദേഹത്തിന്റെ പേര് ബേബി തോമസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. താൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയും സ്നാനപ്പെടുകയും ചെയ്ത് ഇപ്പോൾ തനിക്ക് പറ്റുന്നതുപോലെ മറ്റുള്ളവരുടെ സുവിശേഷം പങ്കുവയ്ക്കുന്ന ഒരു ബ്രദറാണ്. തൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാ മോഹങ്ങളിലൂടെ കടന്നുപോയി അവസാനം ജീവിതം പരാജയപ്പെട്ട് ബിസിനസ്സൊക്കെ തകർന്ന് തരിപ്പണമായി ഇനി മുമ്പോട്ട് ഒരടി പോലും വെക്കാൻ കഴിയില്ല എന്ന് ചിന്തിച്ച സാഹചര്യത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുകയും അതിലൂടെയുള്ള രക്ഷ അറിയുകയും ചെയ്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട ബ്രദറാണ്. ഇന്ന് നമുക്ക് ഈ ബ്രദറിന്റെ സാക്ഷ്യം കേൾക്കുകയും അതോടൊപ്പം ഇത് കേൾക്കുന്നതായിട്ടുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെ ഈ ലോകമോഹങ്ങളോട് ജീവിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുകയും അതുപോലെ തന്നെ ഇന്ന് ആത്മീയ ഫീൽഡുകളിൽ നടക്കുന്ന കാപട്യത്തെക്കുറിച്ചും ഒക്കെ നമുക്കിന്ന് ഈ ബ്രദറിൽ നിന്ന് കേൾക്കാനായിട്ട് ഇടയായിത്തീരട്ടെ. ബ്രദറെ, ഗോസ്പൽ TV UP എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ബ്രദറിനെ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, ബ്രദർ സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താം. ആദ്യം പേര് ബേബി തോമസ്. ഞാൻ കോട്ടയം ചുങ്കം പുല്ലരിക്കുന്ന് നിവാസിയാണ്. എനിക്ക് 3 മക്കളും ഭാര്യയും ആയിട്ട് ഞാൻ ഒരു KSRTCയിൽ നിന്നും റിട്ടയർഡായ ഒരു ഡ്രൈവറാണ്. ഓക്കെ, അപ്പൊ ബ്രദർ ഈ രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടുവാനും ഒക്കെ ഉണ്ടായ ഒരു കാരണം എന്താ? എൻ്റെ നാട് യാതൊരുവിധ സാമ്പത്തികമായിട്ട് ഉയർച്ചയില്ലാത്തൊരു നാടാണ്. അപ്പോൾ ഞാനിതിനകത്ത് ഈ കഞ്ചാവിനകത്തോട്ടാണ് 14 വയസ്സിൽ 7ാം ക്ലാസ് വിദ്യാഭ്യാസം കഴിഞ്ഞ് 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 7ാം ക്ലാസ്സിൽ തോറ്റുപോയി. ദാരിദ്ര്യം, വീട്ടിലെ ദാരിദ്ര്യം കാരണം, കൊടിയ ദാരിദ്ര്യം. അച്ചായനൊരു രോഗിയായിരുന്നു. അമ്മ കൈക്ക് പിടിച്ചുകൊണ്ട് ഓരോ വീടുകളിൽ ചെന്നു, പള്ളിയിലൊക്കെ ചെന്ന് 5 രൂപ മേടിക്കും, അതുകൊണ്ട് ആഹാരം മേടിച്ചു തരും. അങ്ങനെയാണ് ബാല്യകാലം ചെലവഴിച്ചു. 14 വയസ്സിൽ എന്നെ കൊണ്ട് ഒരു കോടീശ്വരന്റെ വീട്ടുജോലിക്ക് കൊണ്ടുപോയി അമ്മ കൊണ്ടേ ആക്കുക. വീട്ടുജോലിക്ക് കൊണ്ടാക്കി 1 മാസം ഞാനവിടെ നിന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് ചാടി കോട്ടയം പട്ടണത്തിൽ ഒരു 3 വർഷക്കാലം ഞാൻ മൈക്കാട് പണി ഹെൽപ്പറായിട്ട്, മൈക്കാട് പണി എന്ന് പറഞ്ഞാൽ മണ്ണ് കോരാനും ആയിട്ട് ഒക്കെ ജീവിച്ചു. ഒരു 20-21 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞാനൊരു അക്രമ വാസന ഉള്ള ഒരു മനുഷ്യനായി മാറി. അങ്ങനെ ഞാൻ അങ്ങനെ ഈ അക്രമവാസന ഉടനെ ഈ കഞ്ചാവിന്റെ ഒക്കെ ഉപയോഗമാണോ ഇതിന് കാരണം? അല്ല, എനിക്ക് പൊതുസമൂഹത്തോടും ഈ കാശുള്ളവരോടും എല്ലാം എനിക്കൊരു വിദ്വേഷമായിരുന്നു. ഈ പട്ടിണി കിടന്നതിന് അവഗണന. ഞാനൊരു ജ്ഞാനായ സമുദായത്തിൽ ജനിച്ചു വളർന്നതാണ്. അപ്പൊ പണമില്ല എന്നുള്ളൊരു കാരണത്താൽ മാറ്റി നിർത്തുന്ന ഒരു ശരിക്കും ഒരു അവഗണന ഏറ്റു വന്ന, പണമില്ലെന്നുള്ള ഇതുകൊണ്ട് എല്ലായിടത്തും ഒരു അവഗണനയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഞാൻ മൈക്കാട് പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചു. വലിയൊരു കോടീശ്വരന്റെ വീട്ടിൽ ഡ്രൈവറായിട്ട് പോയി. 250 രൂപ മാസശമ്പളത്തിന് 3 വർഷം അവിടെ ഡ്രൈവറായിട്ട് നിന്നു. ഒരു കടുക്കാപ്പി അവർ തന്നിട്ടില്ല. 4 കിലോമീറ്റർ രാവിലെ അങ്ങോട്ട് നടക്കണം, ഉച്ചയ്ക്ക് 4 കിലോമീറ്റർ ഇങ്ങോട്ട് നടക്കണം, വൈകിട്ട് അങ്ങോട്ട് 4 കിലോമീറ്റർ നടക്കണം. അപ്പൊ അങ്ങനെ പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിട്ട് ജീവിച്ചു നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിവിടെ കുറെ ഒരു അക്രമ സ്വഭാവത്തിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു വലിയ റൗഡിങ്ങിട്ട് കുത്തണ്ടി വന്നു. ആ റൗഡിക്ക് കുത്തണ്ടി വന്നപ്പോഴത്തേക്കും കിരീട സിനിമയിലെ പോലെ ഇവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനായ പടിഞ്ഞാറക്കര റോയി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ എന്നെ അങ്ങോട്ട് പുള്ളിയുടെ ഒരു ബോഡി ഗാർഡായിട്ട് എടുക്കുക. അപ്പം
ഭയങ്കര സുഖം. ജഡ്ജിമാരെ, MLA-മാരെ, മന്ത്രിമാരെ, എസ്റ്റേറ്റ്. അപ്പൊ അങ്ങനെ വലിയ അബ്ദാരി കോൺട്രാക്ടർമാരുടെ ഗുണ്ടായുസ പരിപാടി തന്നെ വെട്ടും കുത്തുമല്ല, ഇതിന് ഗുണ്ടകളെ റെഡിയാക്കി കൊടുക്കുക, എസ്റ്റേറ്റിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് തീർക്കുക, MLA-മാർക്ക് അവർക്ക് ഒരു മീറ്റിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ 50 പേരെ വേണമെന്നുണ്ടെങ്കിൽ അത് റെഡിയാക്കി കൊടുക്കുക. അങ്ങനെ ഒരു നമ്പർ 1 മാഫിയ തലവനായി ഇങ്ങനെ രക്ഷപ്പെടണം. അങ്ങനെ ജീവിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം പോയി ഇടപെട്ട് ദേഹം മുഴുവൻ വെട്ടും കുത്തും. ഇപ്പോഴും ആ പാടുകളെല്ലാം ഉണ്ട്. അങ്ങനെ ഞാനൊരു ക്രിമിനലായി ഇങ്ങനെ ജീവിക്കുമ്പോൾ ഈ ഗുണ്ടകളുടെ ഒരു നേതാവായ കല്ലേക്കടമ്പി വക്കൻ എന്ന് പറഞ്ഞ മുട്ടിറക്കാരൻ എന്നോട് ആദ്യമായിട്ട് സുവിശേഷം പറയുന്നത്, എടാ ദേവി, നീ ഒന്നില്ലെങ്കിൽ ജീവപര്യന്തം കിട്ടും, അല്ലെ നിന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലും. നിന്റെ മക്കള് ആടെ തല്ലിക്കൊന്ന ദേവിയുടെ മക്കൾ എന്നുള്ള ഗതി നീ ഉണ്ടാക്കി വെക്കരുതെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ എന്റെ നേതാവായ മാഫിയ തലവനായ ഈ കല്ലേക്കടമ്പി വക്കനാണ് എന്നോട് ആദ്യം പറയുന്നത്. അപ്പൊ എന്നോട് പറഞ്ഞു, എടാ നമ്മള് കാറയിൽ ഇരുന്നാൽ ഇതൊക്കെ ചെയ്യുന്നവരൊക്കെ അങ്ങ് ചെയ്തോളൂ, അവൻ ജീവപര്യന്തമൊക്കെ മേടിച്ചോളൂ, നമ്മുടെ ഐസുകളിലൊക്കെ ഇട്ട് അവിടെ അടിച്ചത് ഓപ്പറേറ്റ് ചെയ്താൽ മതി. അന്നാലാണ് എനിക്കിത് മനസ്സിലായത്, ജീവപര്യന്തം കിട്ടും അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലും. പിന്നെ ഇതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്നവര് ഗായകലോട്ടായി. അങ്ങനെ പല സ്ഥലങ്ങളിലും ഗുണ്ടാ പരിപാടികൾക്ക് പോവും, കൊട്ടേഷൻ എടുക്കും. പക്ഷെ ആരെയും കൊല്ലത്തുമില്ല, വെട്ടത്തുമില്ല. ഈ മാഫിയ തലവന്മാർ വിദഗ്ധന്മാരുണ്ട്, അവര് ആരെയും കൊല്ലത്തുമില്ല, ഒരു കൊട്ടേഷൻ ചെയ്യത്തുമില്ല, കാശ് മേടിക്കും. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കണ്ടീഷനായി എന്റെ ജീവിതം മുഴുവൻ തീർന്ന് തരിപ്പണമായി. എന്നെ വഴക്ക്, എന്നെ ഒരു വധശ്രമം 50 പേര് 60 പേരൊക്കെ കൂടി എനിക്കിട്ട് എന്നെ തീർക്കാൻ വന്നു. ഒരു 250 പേര് വന്നു. ആ 250 പേരെയും ഞങ്ങൾ 5 പേര് കുത്തി ഓടിക്കുകയായിരുന്നു. അന്ന് എനിക്കിട്ട് വെടിക്കിട്ടായ ഒരു കുത്ത് എന്റെ 6ാം മലയിൽ കിട്ടി. ഞാൻ മരണാസന്നായി, ബോധം പോയി. അങ്ങനെ എന്നെ കുത്തിയ ആള് ജോയി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്നു. ഞാൻ അയക്കിട്ടും കുത്തി. എന്നെ അന്ന് അയക്കും അറിയത്തില്ല, എന്തിനാ ഞാൻ കുത്തിയത് അയക്കും അറിയത്തില്ല, എനിക്ക് തന്നെ ഒന്നും അയക്കും അറിയത്തില്ല. അപ്പൊ അങ്ങനെ 2 പേരും മെഡിക്കൽ കോളേജ് അബോധാവത്തേക്ക് ചെന്ന് രാവിലെ ബോധം വീണപ്പോ ജോയി എന്നെ നോക്കി ചിരിച്ചു, ഞാൻ ജോയിയെ നോക്കി ചിരിച്ചു. അങ്ങനെ ഒക്കെ ജീവിക്കുന്ന സമയത്ത് ഞാനൊരു ദൈവവിശ്വാസിയാണ്. കർത്താവായ യേശുക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. എത്ര വെള്ളമാണേലും എത്രയെല്ലാം കുത്തും വെട്ടുവാണേലും രാത്രി കിടക്കാൻ നേരത്ത് ഒന്ന് കുരിശു വരച്ച് എന്റെ കർത്താവെ എന്നെ കൂടെ ഇത് രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് അടിച്ച് പൂസാണേലും ജയിലിൽ പോയിട്ട് വന്നാലും ഞാൻ എന്റെ കർത്താവെ എന്നെ കൂടെ ഒന്ന് രക്ഷപ്പെടുത്തണമേ എന്ന് ഞാൻ ചെറുപ്പം മുതലേ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ ഇവിടെ ബ്ലേഡ് മാഫിയ ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് ഭയങ്കര ഒരു ബ്ലേഡ് മാഫിയ, ഈ റൗഡികളെല്ലാം വെച്ച് പിരിവ്. അപ്പൊ എന്റെ കൂടെയുള്ള എന്റെ അസിസ്റ്റന്റുമാരായിട്ട് വന്നവരെല്ലാം പെട്ടെന്ന് മൊബൈൽ എടുക്കുന്നു, ബൈക്ക് എടുക്കുന്നു, ഇവിടെ എല്ലാം എന്നോട് പറയും, നീ ഇങ്ങനെ നടന്നാൽ മതിയോ? അങ്ങനെ ഞാനും ഈ ബ്ലേഡ് മാഫിയക്കകത്ത് ചെന്ന് ചാടി. അങ്ങനെ എനിക്ക് മനസ്സിലായി, ഞാൻ ദൈവപേടിയാണ്, ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്, ഇതിന് ശിക്ഷയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വിശ്വാസിയല്ല, ഞാനൊരു കത്തോലിക്കനാണ്. ഞാൻ എന്റെ കർത്താവെ ഇതിന്റെ തലമുറ ഇതിന്റെ ഞാൻ അനുഭവിക്കേണ്ടി വരും, ഞാനത് നിർത്തിക്കോളാം എന്ന് സ്വയം ഞാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങനെ ഈ കിട്ടാനുള്ള ലക്ഷക്കണക്കിന് രൂപ ഒന്നും തരണ്ട, നിങ്ങൾ പലിശയൊക്കെ തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അതെല്ലാം ഞാൻ ഉപേക്ഷിച്ച് ഞാൻ അങ്ങനെ ഈ പരിപാടികളെല്ലാം ഞാൻ നിർത്തി. പരിപാടികളെല്ലാം നിർത്തി. എനിക്കൊരു സർക്കാർ ജോലി കിട്ടി. 7ാം ക്ലാസ് തോറ്റവന് PSCയുടെ ജോലി കിട്ടി. അവിടെ ചെന്നു CI2 എന്ന് പറഞ്ഞ യൂണിയനിൽ മെമ്പർഷിപ്പ് എടുത്ത് ഞാൻ അവിടുത്തെ യൂണിയന്റെ നേതാവ്. അങ്ങനെ സംസ്ഥാന നേതാക്കന്മാരുമായിട്ടൊക്കെ എനിക്ക് ബന്ധങ്ങളായി, മന്ത്രിമാരുമായിട്ട് ബന്ധങ്ങളായി, MLA-മാരുമായിട്ട് ബന്ധങ്ങളായി. എനിക്ക് പറയാനുള്ള ഒരൊറ്റ മെസ്സേജ്, ഈ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങളോ പാർട്ടിക്ക് വേണ്ടി നടന്ന് ജീവിതം കളയുന്നവരോ അവർക്കൊരു മെസ്സേജ് മാത്രമേ ഇത് ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ ഖുർആൻ വായിച്ചു,
ഞാൻ ബൈബിൾ മുഴുവൻ വായിച്ചു. ബന്ധക്കോസുകാർ പറയുന്ന ബൈബിൾ വായിച്ചു, കത്തോലിക്കൻ പറയുന്ന ബൈബിൾ വായിച്ചു. ഈ ഖുറാനകത്ത് പഴയ നിയമത്തിൽ മൂസാ നബി പറഞ്ഞ കൊലയ്ക്ക് കൊല, അടിക്ക് അടി, യുദ്ധത്തിന് യുദ്ധം, ഇത് ഈ ഖുറാനകത്ത് വെച്ചിരിക്കുകയാണ്. ഈ മൂസാ നബി പറയുന്നത് കേട്ടോട് യുദ്ധത്തിന് പോയാൽ മുസ്ലിം സഹോദരങ്ങളെ ജീവനിൽ കിട്ടി ഒരു സ്വർഗത്തിലും നിങ്ങൾ പോകത്തില്ല, ഒരു സ്വർഗത്തിലും പോകത്തില്ല. അന്നത്തെ പഴയ നിയമകാലത്ത് ഇസ്രായേൽ ജനത്തിനോട് കൊടുത്തിരിക്കുന്ന ജാതികളെ മുഴുവൻ കൊന്നു, ജാതികളെ മുഴുവൻ തകർത്തു. ഇതും കേട്ടോണ്ട് ഇതാണ് ഖുറാനകത്ത് ആദ്യം എഴുതി വെച്ചിരിക്കുന്നത്. നബി മുഹമ്മദ് നബി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഒരു അതിക്രമിയും എല്ലാം പ്രശ്നത്തിച്ചത് ചാടുന്ന മുഹമ്മദ്. ഞാൻ ഖുറാൻ മുഴുവൻ വായിച്ച ഒരു വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ മതത്തിന്റെ പേരിൽ ഇതൊരു ഭാരതമാണ്, ഇത് ഭാരത മണ്ണാണ്. ബൈബിളിൽ പോലും 6000 വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഹിന്ദു രാജ്യം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. എസ്തേർ പുസ്തകത്തിന്റെ ആദ്യത്തെ ഉണ്ട്, ഇത് ഹിന്ദു രാജ്യമാണ്. ഈ മുസ്ലിങ്ങളായ സഹോദരന്മാര്, ക്രിസ്ത്യാനികളായ സഹോദരന്മാർ ഇതെല്ലാം ഈ ഭാരതത്തിൽ വന്നവരാണ്. ഇവിടെ ഒരു ഇസ്ലാം രാഷ്ട്രം ഉണ്ടാക്കാൻ നോക്കി ജീവിതം കളയരുത്. ഇത് പഴയ നിയമമാണ്. നിങ്ങൾ ഈ പറഞ്ഞ യുദ്ധത്തിന് യുദ്ധം, അടിക്കടി. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് ഒരു മനുഷ്യനെ ഉപദ്രവിക്കരുതെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ക്രിസ്ത്യാനിയാകണ്ട. യേശുക്രിസ്തു പറഞ്ഞത് നിങ്ങൾ ബന്ധുക്കോസ് ആകണ്ട, എന്റെ കൂടെയും കൂടണ്ട. യേശുക്രിസ്തു പറഞ്ഞത് നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനാണ്. സ്നേഹിച്ചതിലും വേണ്ട, ഉപദ്രവിക്കാതിരിക്കുക. അതുകൊണ്ട് മുസ്ലിം സഹോദരന്മാരെ, ഈ പോപ്പുലർ ഫ്രണ്ട് ആയിക്കോട്ടെ, ഇതിന്റെയൊക്കെ കൂടെ ആയിക്കോട്ടെ, ഞാൻ ഇതിന്റെയൊക്കെ ടോപ്പ് ലെവലിൽ രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ഈ ബലിദാനിയാകുന്നവനും ഈ രക്തസാക്ഷിയാകുന്നവനും താഴേക്കട കിടക്കുന്നവരാ. പോയി ജീവനത്തിൽ മേടിച്ച് രക്തസാക്ഷി അതിന്റെ കുഞ്ഞും കുടുംബവും പോകും. ഇത് അനുഭവിച്ചവനാ. അദ്ദേഹം മുഴുവൻ വെട്ടുമുത്തുമായിട്ടാണ് ഗുണ്ടാപ്പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. മതം മാറ്റാൻ പറഞ്ഞതല്ല. ആരെങ്കിലും റൗഡികളും നിന്റെ സൃഷ്ടാവിനോട് ഇന്ന് നിന്റെ വീട്ടിലിരുന്ന് ഈ ലോകത്തിന്റെ സൃഷ്ടാവുണ്ട്, മതമല്ല, മതദൈവത്തെയാണ് ഞാൻ പറയുന്നത്. എന്റെ ദൈവമേ എന്ന് വിളിച്ചാൽ പുതുവഴി ദൈവം തുറന്നു തരും. പോയി വേലയെടുത്ത് ജീവിക്കുക. മദ്യപാനികൾ, നശിച്ചു കിടക്കുന്നവർ 6 ദിവസം പോയി വേലയെടുക്കുക, 7 നശിച്ച് കളയരുത്. ഇതെല്ലാം പോയൊരു മനുഷ്യനാണ്. ഇത്ര മാത്രമേ പറയാനുള്ളൂ. പിന്നെ അല്ലെ ബ്രദർ, ഈ രക്ഷിക്കപ്പെട്ട് ഈ സ്നാനപ്പെടാനുള്ള ഒരു പശ്ചാത്തലം ഉണ്ടല്ലോ, അത് സ്നാനപ്പെടാനുള്ള പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത് KSRTC ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എനിക്ക്, ഞാനിങ്ങനെ ഒരു ഡ്രൈവറായിട്ട് പോകുന്ന സമയത്ത് ഒരു കണ്ടക്ടർ, പാമ്പാടിക്കാരൻ മനുഷ്യനാണ്, എന്നോട് സുവിശേഷം പറയുന്നത്. ആ മനുഷ്യൻ കോട്ടയത്ത് ഹെവൻലി ബീച്ചിലെ ഒരു ശുശ്രൂഷകരാണ്, പാമ്പാടിക്കാരനാണ്. അപ്പൊ അങ്ങനെ എന്നെയും വിളിച്ചുകൊണ്ട് ഹെവൻലി ബീച്ചിൽ ചെന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ശുശ്രൂഷ കാണുന്നത്. ഒരു കത്തോലിക്കനായ എനിക്ക് ഇതൊന്നും ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. അപ്പൊ എന്നോട്, നീ ലോകരാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കും, നീ വാലല്ല തലയാവും, നീ ഇപ്പൊ ലണ്ടനിൽ പോവും, അമേരിക്കയ്ക്ക് പോകുമ്പോൾ ഞാൻ ഓർക്കുന്നത് നേരായിരിക്കണം. ഇത് കേട്ടോണ്ട് ഞാൻ പോയി. അവർ പറഞ്ഞ് മുങ്ങാൻ പറഞ്ഞു. അപ്പൊ അങ്ങനെ സ്നാനപ്പെട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സീനപ്പാട്ട് പറഞ്ഞ് സ്നാനപ്പെടുവൊന്നും വേണ്ട, യേശുവെന്ന് വിളിച്ചാലും സ്വർഗത്തിൽ പോകും. അപ്പൊ അങ്ങനെ എനിക്ക് ബൈബിളുമായിട്ട് യാതൊരു ഇതുമില്ല. ഞാനങ്ങനെ ബൈബിള് വായിക്കാൻ തുടങ്ങി. വീട്ടിലിരുന്നാണ് മാനസാന്തരം ഒറിജിനലായിട്ടുണ്ടാകുന്നത്. ഈ യേശുക്രിസ്തുവിന്റെ തിരുവചനം വായിച്ചപ്പോഴാണ് എന്റെ ഹൃദയത്തിൽ ഞാനൊരു പരാജിതനാണല്ലോ, എന്റെ നിത്യജീവൻ, ഞാൻ ഇന്ന് മരിച്ചാൽ എന്റെ അവസ്ഥ എവിടെ ചെന്ന് അവസാനിക്കും എന്നുള്ള ഒരു വിചാരം എന്റെ ഹൃദയത്തിലോട്ട് വന്ന് എന്റെ വീട്ടിലിരുന്ന് ഞാൻ സാഷ്ടാംഗം വീണു. എന്റെ യേശുക്രിസ്തുവേ, എന്റെ കർത്താവേ, നീ എനിക്ക് വേണ്ടി ശാപമായതാണല്ലോ, എനിക്ക് വേണ്ടി മരിച്ചതാണല്ലോ, എനിക്ക് അങ്ങേക്ക് വേണ്ടി ഞാൻ എന്ത് വേണേലും ചെയ്യാം എന്നും പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇറങ്ങുകയായിരുന്നു. അങ്ങനെ കോട്ടയം പട്ടണത്തിലും ഇടുക്കി മുഴുവൻ വഴിയരികിലും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇപ്പൊ യഥാർത്ഥ സത്യം മനസ്സിലായി, വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ച് മനസ്സിലായി, പിന്നീട് എന്താണ് ബ്രദർ ചെയ്തത്? കർത്താവിന്റെ വേല ചെയ്യണം എന്ന് ആഗ്രഹിച്ച് എന്ത് കാര്യങ്ങളാണ് ബ്രദർ ചെയ്തത്? അങ്ങനെ ഈ കേരളത്തിലും വെളിയിലൊക്കെ ഓരോ പാസ്റ്റർമാരുടെ കൂടെയൊക്കെ പോവും, ഇങ്ങനെ സാക്ഷ്യം പറയും. എന്റെ സാക്ഷ്യം എന്ന് പറയാൻ ഇപ്പൊ 60 വയസ്സുകാരനായ എന്റെ മക്കൾക്ക് പോലും, 32 വയസ്സുള്ള മക്കൾക്ക് പോലും അറിയത്തില്ല. ഞാൻ 30 വർഷം മുമ്പുള്ള സാക്ഷി പറയുന്നത്. പക്ഷേ ഇപ്പൊ ഞാനൊരു വഴക്കാളിയോ, ഞാൻ നല്ലൊരു ബിസിനസ്സുകാരനും നല്ല അന്തസ്സായിട്ട് വേലയെടുത്ത് ജീവിക്കുന്നതും 6 മുമ്പേ കൈ കൊടാതെ എന്റെ കർത്താവ് എന്നെ അനുഗ്രഹിച്ചതാണ്, സാമ്പത്തികമായിട്ട് എന്നെ അനുഗ്രഹിച്ചതാണ്. സുവിശേഷമല്ല, ഇടുക്കിയിൽ ഞങ്ങൾ പരസ്യ ശുശ്രൂഷ ചെയ്യാത്ത ഒരു
ഗ്രാമങ്ങളും പറഞ്ഞ ലയങ്ങളും ലയങ്ങളില്ല. അങ്ങനെ അവിടെ ചെന്ന് പരസ്യത്തോട് ചെയ്യും, ഒരു ആത്മാവിനെ കിട്ടും, അതിനെ അവിടെ ഒരു പ്രാദേശിക സഭകളിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെയൊക്കെ നടന്നു. അപ്പൊ ഇങ്ങനെ വീട് വീടാന്തരം കയറി സുവിശേഷം പറയുക ഇല്ല, ഒരു കവലയിൽ നിന്ന് വിളിച്ചു പറയും. ഞങ്ങൾ എന്റെ സാക്ഷ്യം പറയും, മറ്റേ പുള്ളി സുവിശേഷം പറയും. അതായത് ഇത് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾ വന്ന് ആത്മഹത്യാമെന്നോ വന്ന് ചാടി വന്ന് ഞങ്ങളുടെ മുമ്പിൽ വരും. ചെന്ന പരസ്യത്തിലൂടെ ഇതിനടുത്ത് ഒരാൾ പോലും വരാതിരുന്നിട്ടില്ല. അങ്ങനെ ആ രക്ഷയുടെ അനുഭവത്തിലോട്ട് അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്റെ സാക്ഷി എന്ന് പറയുന്നത് 35 വയസ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വെട്ടും കുത്തും ശരീരം. അപ്പൊ അതിനകത്ത് പറഞ്ഞ് എന്നെ കുത്തിയ ജോയി സംക്രാന്തിയിൽ രഘു എന്ന് പറഞ്ഞ അയാളെ കുത്തിക്കൊന്ന് ജീവപര്യന്തം മേടിച്ച് ജയിലിൽ പോയി ശിക്ഷ കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് പരവളിൽ ഇറങ്ങി വരുമ്പം എന്നെ കണ്ടപ്പോ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞെന്ന് പറഞ്ഞു, എടാ നീ രക്ഷപ്പെട്ടല്ലോ, നീ രക്ഷപ്പെട്ടല്ലോ, ഇതാ രക്ഷ കേട്ടോ. രക്ഷ എന്ന് പറയാം, നീ രക്ഷപ്പെട്ടല്ലോ. എന്നാ രക്ഷയാ? ഞാൻ പെട്ടുപോയല്ലോ. അപ്പൊ അതുകൊണ്ട് ആ മനുഷ്യനൊക്കെ ഇന്ന് തെണ്ടിത്തിരിഞ്ഞ് ഇന്ന് പാർട്ടിക്കും വേണ്ട, ആർക്കും വേണ്ട, എതിരെയോ ആർക്കും വേണ്ടാതെ നടക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഞാൻ ഇതിന്റെ മന്ത്രി ലെവലിലുള്ള കളികളും എസ്റ്റേറ്റ് കളികളും ഇതിന്റെ ഗുണ്ടായുസത്തിന്റെ ടോപ്പ് ലെവലിൽ നിന്നവനാണ്. ഇത് പോകുന്നവനാരാ? ജീവിതത്തിൽ കിട്ടുന്നവനാരാ? മനസ്സിലായിക്കോണം. ഏതെങ്കിലും ഗുണ്ടയുണ്ടെങ്കിൽ, ഏതെങ്കിലും ഈ കൂലിത്തല്ലിന് പോകുന്നവനും ഗുണ്ടയുണ്ടെങ്കിൽ, പിടിച്ചുപറിക്ക് പോകുന്നവനുണ്ടെങ്കിൽ ഓർത്തോ, നിന്റെ ജീവിതം പോവും. എന്നോട് കല്ലേക്കടമ്പി വക്കൻ പറഞ്ഞ ഒന്നില്ലേ നിനക്ക് ജീവപര്യന്തം, അല്ലെങ്കിൽ നിന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലും. ഇത് കേൾക്കുന്ന ആരെങ്കിലും മുസ്ലിം സഹോദരങ്ങളോ RSSകാരോ മാർക്സിസ്റ്റ് പാർട്ടിക്കാരോ ഉണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നീ നിന്റെ സൃഷ്ടാവിനോട് പറഞ്ഞാൽ നിന്റെ പരലോകവാസം തമ്പുരാൻ നിന്നെ നോക്കിക്കൊള്ളു. നീ ഒരു മതത്തിലും ചേരണ്ട. സുഹൃത്തെ, ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഇന്ന് ആ കുളി കഴിഞ്ഞ് നിന്റെ ഭവനത്തിലിരുന്നത് സൃഷ്ടാവാൻ ദൈവമുണ്ട്. മുസ്ലിമിന്റെ ദൈവമല്ല, ഇസ്രായേലിന്റെ ദൈവമല്ല, കോട്ടയുടെ ദൈവമല്ല, ഇത് മുഴുവൻ സൃഷ്ടിച്ച സർവശക്തനായ ഏക സത്യ ദൈവമുണ്ട്. ഒന്ന് വിളിച്ചാൽ പുതുവഴി ദൈവം തുറന്നു തരും. 100% എന്റെ ജീവിതത്തിൽ ഗ്യാരണ്ടിയാണ്. ഇപ്പൊ ബ്രദർ, ഈ സാമ്പത്തികപരമായിട്ട് വലിയ പ്രതിസന്ധി, ബിസിനസ് ഒക്കെ തകർന്ന് തരിപ്പണമായി പോയത്. അപ്പൊ ആ കാര്യത്തെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? അത് പിന്നീട് എങ്ങനെയാണ് അത് റിക്കവറി ആയത്? റിക്കവറി ആയതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ ജോലിയിൽ നിൽക്കുമ്പോഴത്തേക്കും എന്റെ കൂടെയുള്ള മുല്ലരുക്കുന്നുകാരും ഇവിടെയുള്ള റൗഡി സെറ്റുകൾ മുഴുവൻ ഈ ബ്ലേഡ് മാഫിയ തുടങ്ങുക. ഏറ്റുമാനൂർ കേന്ദ്രീകരിച്ച് ബ്ലേഡ് മാഫിയ മുടക്കി. അങ്ങനെ എല്ലാവരും ഭയങ്കരമായ രക്ഷപ്പെടും. അപ്പൊ എന്റെ അസിസ്റ്റന്റുമാരെന്നവരെല്ലാം രക്ഷപ്പെട്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, നീ ഡ്രൈവർ പണിയായിട്ട് നടന്നു, നിനക്ക് 4000 രൂപയാണ് ശമ്പളം കിട്ടുന്നത്. 20 വർഷം മുമ്പ് എന്നോട് പറഞ്ഞു, നീ ഇതിനകത്ത് കയറി പിടിച്ചു എന്ന്. പിടിച്ചോളാൻ പറഞ്ഞ് ഞാനും ഇതിന്റെ സൈഡിൽ കയറി പിടിച്ചു. അങ്ങനെ പിടിച്ച് ഇതിന്റെ ഭീകരമായ ഒരു മുഖം ഞാൻ കണ്ടു. പക്ഷെ ഞാൻ രക്ഷയൊന്നും പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്റെ ദൈവമേ, ഇതിന്റെ കണക്ക് ഞാൻ പോയി ബോധിപ്പിക്കേണ്ടി വരും. ഈ പണം എനിക്ക് കോടീശ്വരനാകണ്ട. ഞാൻ ഈ പണമെല്ലാം ഞാൻ ഈ പരിപാടി നിർത്തിക്കോളാമെന്ന് ഞാൻ എന്റെ ദൈവത്തിന്റെ മുമ്പിൽ, സൃഷ്ടാവാൻ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ സാഷ്ടാംഗം വീണു. ഞാനൊരു മാനസാന്തരപ്പെട്ടവരോ ആളോ ഞാനൊരു ബുദ്ധിപുസ്കാരനോ ഒന്നും അല്ല. അതായത് എന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം മരിക്കുന്ന എന്റെ കണ്ണോട് ഞാൻ കാണേണ്ടി വന്നു. ഈ ബ്ലേഡുമാർ 35 വയസ്സുകാരനൊക്കെ മരിക്കുന്നതും ഈ മുഴുവൻ പേര് എന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം കെട്ടും പോയി. ജീവരുതി തല്ലിക്കൊന്ന് പറയണം, പറയാൻ ജീവരുതി കിട്ടിപ്പോയി. ഒരുത്തന്നെ രക്ഷപ്പെടാൻ പറ്റില്ല, ഞാൻ മാത്രം രക്ഷപ്പെട്ടു. അതാണ് കർത്താവായ യേശുക്രിസ്തു. അതാണ് കർത്താവായ യേശുക്രിസ്തു. എന്റെ കൂടെ ഉണ്ടായിരുന്ന സകലം കാരണവും പോയി. ജീവരുതി കിട്ടിയവരുണ്ട്, തല്ലിക്കൊന്നവരുണ്ട്. അതുകൊണ്ട് സുഹൃത്തെ, ദൈവം ഇന്നും ജീവനോടെ ഉണ്ട്. ദൈവത്തിന് അസാധ്യമായത് ഒന്നും ഇല്ല. പിന്നീട് ഈ സ്വർഗീയ വിരുന്നുമായിട്ട് ചേർന്ന് സുവിശേഷ പ്രവർത്തനങ്ങളിലേക്ക് കടന്നായിരുന്നു. സുവിശേഷ പ്രവർത്തനോട് കടന്നു വെച്ചാൽ എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. അവിടുത്തെ സഹോദരന്മാര് സ്വർഗീയ വിരുന്നിൽ ചെന്നാണ് ഞാൻ യേശുവേ എന്ന് വിളിക്കുവാനുള്ള ഒരു മുഖാന്തരം. അന്തർമുഖനായ എനിക്ക് 100 പേരുടെ മുമ്പിൽ നിന്ന് യേശുക്രിസ്തുവേ എന്ന് വിളിക്കുവാൻ, ഒരു സാക്ഷ്യം പറയുവാൻ, ഈ സുവിശേഷം പറയുവാൻ എനിക്കൊരു വേദി ഉണ്ടാക്കി കിട്ടിയത് ഈ സ്വർഗീയ വിരുന്ന സഭയാണ്. അങ്ങനെ ഞാൻ അവരുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നല്ല രീതിയിൽ മാന്യനായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ബൈബിള് വായിക്കാൻ തുടങ്ങി. ബൈബിള് വായിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി, എബ്രായ ലേഖനം വായിച്ചപ്പോൾ, എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായം ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് മോശ മുതൽ ഇങ്ങോട്ട് രാജാവായിട്ട് ജീവിക്കേണ്ടവൻ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് എന്നെ ഇങ്ങോട്ട് പോന്നു. സഖറിയ പ്രവാചകനെ, ബറാക്കിയുടെ പുത്രനായ സഖറിയ പ്രവാചകനെ കല്ലെറിഞ്ഞു കൊന്നു. യേശയ്യ പ്രവാചകനെ വാളാൽ അറുത്തു കൊന്നു.
യെരമ്യാ പ്രവാചകനെ എടുത്ത് കിടപ്പിലിട്ടു. പഴയ നിയമത്തിലുള്ള സകല പ്രവാചകന്മാരെയും ഇസ്രായേൽ സന്തതികൾ കൊന്നുകളയുകയായിരുന്നു. അവിടുത്തെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു. ആ കർത്താവായ യേശു ക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ അവർക്ക് സാധിച്ചില്ല. അവരും സ്വന്തത്തിൽ ഇറങ്ങി വന്ന ആ കർത്താവിനെ അവരും കൊന്നുകളഞ്ഞു. ഈ സുവിശേഷത്തിന് വേണ്ടി സകല അപ്പോസ്തലന്മാരും ജീവൻ കൊടുത്തു. അവിടുന്ന് സഭയോട് തുടങ്ങി അനേകർ കഷ്ടപ്പെട്ടു, അനേകർ വെള്ളം കോരി, അനേകർ തല്ലി മേടിച്ചു. ആ എബ്രായ ലേഖനം അനുഗ്രഹത്തിന്റെ സുവിശേഷം പറയുന്ന സഹോദരന്മാരെ വാലല്ല തലയാക്കും, ലോകരാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കുന്നു എന്ന് പറയുന്ന ദൈവദാസനും ഇത് കേൾക്കുന്ന വിശ്വാസിയും ആ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വായിക്കണം. ഈ സഭ എങ്ങനെയാണ് ഇവിടെ ഉണ്ടായെന്നുള്ളത് അന്നേരം മനസ്സിലാകും പീഡനങ്ങൾ എന്തെല്ലാം ഏറ്റിട്ടാണ് ഇത് വന്നത്. അപ്പൊ ഞാനൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും പ്രസംഗിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, അപ്പോസ്തലന്മാരെല്ലാം പിരിവെടുത്തിരുന്നെങ്കിൽ ലോകത്താരായി മാറിയേനെ എന്ന് ചോദിച്ചു. ആ ചോദിച്ചപ്പോ എന്നോട് വൈകിട്ട് പറഞ്ഞു, സഹോദരന്റെ ഈ ശുശ്രൂഷ ശരിയല്ല. അപ്പം ഇത് തങ്കൂബറിന്റെ സഭയാണ്, അവർക്ക് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് താങ്കളെ വിട്ടിരിക്കുന്നത്. അപ്പൊ അവര് പറയുന്ന പോലെ അവർ ശുശ്രൂഷയെ കുറിച്ചാണ് മാറി നിൽക്കണമെന്ന് പറഞ്ഞു. എന്റെ ആ റൗഡിത്തരം ആരെയും വകുപാലക്കാരുടെ സ്വഭാവം അന്നുകൊണ്ട് ഇന്നുമുണ്ട്, ഇന്നും ആരെയും വകുക്കത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞ എന്റെ സഹോദരനോട് ഞാൻ പറഞ്ഞു, ഇനി മേലെ ഈ കോടുമായിട്ട് ഇനി വന്നേക്കരുത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാര്യവുമായിട്ട് എപ്പോ വേണേലും വരാം. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി ഒന്ന് പഠിക്കാൻ നോക്കി, ഇതെന്താണ്. അങ്ങനെ പഠിച്ചു കാര്യങ്ങൾ ആയി. ഞാൻ എൻ്റെ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു രൂപ പോലുമില്ല, യേശു ക്രിസ്തുവേ നീ ഇന്നും ജീവിക്കുന്നു, 1 രൂപ അങ്ങയുടെ നാമം പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ മേടിക്കാനുള്ള ഗതി എനിക്ക് ഉണ്ടാക്കരുത്. 5000 രൂപ എൻ്റെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. ജീവിതത്തിൽ 5000 രൂപ സുശേഷ വേല ചെയ്ത് ആ 5000 രൂപയ്ക്ക് 10,000 തിരിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നീ നാഴിക വരെ ഒരു മനുഷ്യന് എന്റെ സ്വന്തം കയ്യിൽ നിന്നും ഒരു ആഹാരം മേടിച്ചു കൊടുത്ത് എന്റെ മുമ്പിൽ വരുന്നവരോട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം ഞാൻ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണേ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. വീട്ടിൽ പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾ പ്രശ്നങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പല ബന്ധുക്കോസങ്ങളിൽ ചെന്നപ്പോഴത്തേക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഒരു ബന്ധുക്കോസുകാരനും പ്രാർത്ഥിക്കുന്നില്ല. യേശു ക്രിസ്തുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. ബന്ധുക്കോസ് സഭകളല്ല സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നില്ല. അതെന്നെ ഒരു വലിയൊരു അതെന്താ ഞാനപ്പോൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ആർക്കും അതിനൊരു മറുപടി എനിക്ക് ഇതുവരെ വ്യക്തമായിട്ട് തരാൻ. ഇതല്ല നിങ്ങൾ ഈ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് ചെല്ലുന്ന എല്ലാന്ന് ചോദിച്ചപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇവരാരും അതിനൊരു വ്യക്തമായ മറുപടി ഇവർ പറയുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴത്തേക്കും ഈ യേശു ക്രിസ്തുവിന് വേണ്ടി മദർ തെരേസ, എത്ര ആയിരങ്ങൾ അച്ഛന്മാർ, കന്യാസ്ത്രീകൾ ഈ HIV പോസിറ്റീവ്, ഞാനും യേശുവിന്റെ നാമത്തിൽ കുഷ്ഠരോഗി സൗഖ്യമാക്കാനെ പറയുന്നുള്ളൂ. ഇത് തൊടുന്നവനാരാ? ഇത് എടുക്കുന്നവൻ കത്തോലിക്കനാണ്. എത്ര അച്ഛന്മാർ, BEdകാരും MBBSകാരും ഇവൻ ജീവിതം മുഴുവൻ ഈ രാവിലെ എന്റെ പള്ളിയിലൊക്കെ രാവിലെ 6 മണിക്ക് ഒരു കുർബാന ചെല്ലുന്നു, 7 മണിക്ക് ഒരു കുർബാന ചെല്ലുന്നു. കല്യാണം കഴിച്ച ഞാൻ പോലും എന്തെല്ലാം പ്രശ്നം അത് കഴിഞ്ഞ് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ വ്രതവുമായിട്ട് നിൽക്കുന്ന ആരെങ്കിലും 2 അച്ഛന്മാരും എല്ലാം ഒരു പ്രശ്നം ഉണ്ടാക്കി, ഒരു 5 കന്യാസ്ത്രീകൾ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ കത്തോലിക്കതോ കൂടെ പഴച്ചു കിടക്കുന്നു. അവരുടെയൊക്കെ ജീവിതം ഇതിനു വേണ്ടി ഒഴിഞ്ഞു കൊടുത്തതല്ലേ? ഈ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് യേശു ക്രിസ്തുവിന് വേണ്ടി അവർ കൊടുത്തല്ലേ? അവർ സ്വർഗത്തിൽ പോകത്തില്ല. ഈ 100 വർഷം പഴക്കമുള്ള ബന്ധുക്കോസുകാരൻ മാത്രം സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനെപ്പറ്റി എനിക്ക് ആലോചിച്ചിട്ട് എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഞാനോട് യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവ മക്കളാകുവാൻ അധികാരം ലഭിച്ചു. ഞാൻ ദൈവത്തിന്റെ മകനാണ്. എനിക്ക് എവിടുത്തെ കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. വചനമതാ പറയുന്നത്. മനുഷ്യൻ കൈകൊണ്ട് നിർബന്ധിച്ചെടുത്ത് ദൈവമില്ല, നിന്റെ ഉള്ളിലാണെന്ന് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ പള്ളിയിൽ അല്ല ദൈവം വസിക്കുന്നത്. അപ്പൊ എനിക്ക് അവിടുത്തെ സഭയുടെ അവരെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്റെ കുർബാന അവിടുത്തെ യാതൊരുവിധ കാര്യത്തിൽ ഞാൻ അവർ പറയുന്ന പൈസയിൽ 500 രൂപ കൂടുതൽ കൊടുക്കും. ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോവും, കുർബാന കൂടും, അവിടുത്തെ പൈസയും കൊടുത്ത് ഇറങ്ങിപ്പോയിരുന്നു. ഏതെങ്കിലും തകർന്ന് കിടക്കുന്ന ഒരു മദ്യപാനിയോ വഴി കിടക്കുന്നവരെ കണ്ടുമാണ് അവന് രാഗത്തെ ആഹാരം കഴിച്ചു കൊടുത്ത് യേശുക്രിസ്തുവിന്റെ സുവിശേഷം പറഞ്ഞ് അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഇതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവവേലയ്ക്ക് പണം കൊടുത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുന്ന ഉപദേശം
കൗശലപൂർവ്വം നടത്തുന്ന വക്രതയാർന്ന ഉപദേശം. ദൈവത്തിന് നിങ്ങളെ ആരുടെയും പൈസ വേണ്ട. ഇവിടുത്തെ ശുശ്രൂഷകൾക്ക്, ഇവിടുത്തെ ദൈവദാസന്മാർക്ക്, ശുശ്രൂഷ ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള അതിനാണ് ധനശേഖരണം നടന്നത്. അല്ലാതെ നിങ്ങളുടെ പണം കൊണ്ട് കൊടുത്താൽ നിങ്ങളുടെ കാശ് പോകും. അനുഗ്രഹത്തിന്റെ പുറകെ പോയാൽ കർത്താവ് പറഞ്ഞ പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറയുന്നു, ഭൂമിയിൽ കടലധ്വാനം ചെയ്യുന്നവനാണ്, പദ്ധതികളെ വിഭാവന ചെയ്യുന്നവനാണ്, റിസ്ക് എടുക്കുന്നവനാണ് കാശ്. സാമ്പത്തികം ഉണ്ടായത് റിസ്ക് എടുക്കണം. ഞാനൊക്കെ ബിസിനസ്സുകാരനാണ്. റിസ്ക് എടുക്കുക, പദ്ധതികളെ വിഭാവന ചെയ്യണം. അല്പം വിതച്ച വിത എന്ന് പറയാൻ അത് ഈ അനുഗ്രഹക്കാർ പറഞ്ഞ വിതയല്ല, ഈ സ്വോത്രകാഴ്ച വിതയ്ക്കുന്നതല്ല. അത് ഇവന്റെ വീട്ടിലോട്ട് പുട്ടടിക്കാനാ. പുട്ട് ദൈവനാമത്തിൽ ശാപ്പാട ഉദരം അനുഗ്രഹിക്കപ്പെടത്തില്ല. അത് ഈ ലോകത്തുള്ള ഏതെല്ലാം ആരാധനാലയത്തിലോ പാസ്റ്റർമാരൊക്കെ പോയാലോ സാമ്പത്തികമായിട്ട് അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹമുള്ളവൻ പദ്ധതികളെ വിഭാവന ചെയ്യണം. സൃഷ്ടാവാൻ ദൈവത്തിന്റെ മുമ്പിൽ പരമേൽപ്പിക്കണം. അപ്പൊ ചോദിക്കും, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദൈവവിശ്വാസം ഇല്ലാത്ത അയാൾ കാശുകാരനല്ലേ? അവനും കാശുണ്ടാകുന്നുണ്ടോ? ദൈവവചനം പറയുന്നു, ലൂക്കോസ് സുവിശേഷം, ലൂക്കോസ് അപ്പോസ്തലൻ പറയുന്നു, ഒരുവന്റെ വസ്തു വകയല്ല അവന്റെ ജീവനാധാരം. നിന്റെ കാറിന്റെ വലിപ്പവും വീടിന്റെ വലിപ്പവും എസ്റ്റേറ്റിന്റെ വലിപ്പവും അല്ല ഒരുത്തന്റെ ജീവൻ. ഇന്ന് മരിച്ചു പോയാൽ ആത്മാവിന്റെ രക്ഷ എന്താണെന്ന് മനസ്സിലാക്കാത്തവൻ ഇന്ന് മനസ്സിലായിക്കോണം. കത്തോലിക്കനായാലും ഏത് ബന്ധുക്കോസുകാരനാണെങ്കിലും ഇന്ന് ഞാൻ മരിച്ചാൽ എനിക്ക് മരണഭീതി മാറിക്കിട്ടിയവനാ. ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ കർത്താവിന്റെ കൂടെ ഞാൻ ചെല്ലുമെന്നുള്ള പ്രത്യാശയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. നീതിമാനായിട്ട് ഒരുത്തൻ പോലുമില്ല. നിങ്ങളിൽ പാപമില്ലാത്ത ഒരുത്തൻ പോലും ഭൂമിയിലില്ല. മൂക്കി പഞ്ഞുവെച്ചാൽ മാത്രമേ പാപം ചെയ്യാതെ ഉള്ളൂ. മരണകരമായ പാപമാണ്. മദ്യപിച്ച് പോയാൽ ഇവിടെ തന്നെ ശിക്ഷ. നിനക്ക് സ്വർഗരാജ്യം കാണാൻ പറ്റില്ല. ലിവറത്തുറന്ന് ചത്തുപോകും. പരസ്പര കയ്യിൽ അകപ്പെട്ടാൽ നിന്റെ ജീവിതം പോയി. കർത്താവിന് നിന്ന് നേരമാണ്. നീ കർത്താവ് നിന്റെ സിപ്പൂര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സൃഷ്ടാവാൻ ദൈവത്തിന്റെ പണി അതാണ്. നീ ഏരിയ കമ്മ്യൂണിസ്റ്റ് വഴിയാണ് നടക്കുന്നത്. അതൊന്നും ദൈവത്തിന്റെ പണിയല്ല. അത് നിനക്ക് ഈ ഭൂമിയിൽ തന്നെ നീ നശിച്ചു പോകും. മറ്റൊരു രക്ഷയില്ല. ആകാശത്തിന്റെ കീഴിൽ രക്ഷ പ്രാപിപ്പാൻ അത് മതം പറയുന്ന യേശുക്രിസ്തുവിന്റെ പുറകെ പോയാൽ നിങ്ങളുടെ കാശ് പോകും, നിങ്ങളുടെ പണം പോകും. അപ്പോസ്തലന്മാരും കർത്താവും ഒരു രൂപ പോലും ഒരു മനുഷ്യനെ പിരിവെടുത്തിട്ടില്ല. ഒരു രൂപ പോലും പിരിവെടുത്തിട്ടില്ല. മക്കദോനിയ സഭയിലും യെരൂശലേമിൽ വലിയൊരു ദാരിദ്ര്യം ഉണ്ടായപ്പോൾ നിർധനരായ വിശുദ്ധന്മാർക്ക് വേണ്ടിയാണ് ധനശേഖരണാർത്ഥം പല സ്ഥലങ്ങളിലും പോയി എടുത്ത് കൊടുത്തത്. അല്ലാതെ അപ്പോസ്തല പ്രവൃത്തിയുടെ അവസാന ഭാഗം നോക്കണം. ഒരു മനുഷ്യൻ, പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയാൻ മനുഷ്യൻ വീട് വാടകയ്ക്ക് കിടത്താം. അതൊക്കെ മനസ്സിലായിക്കോണം. അനുഗ്രഹക്കാർ ഇതിന് പുറകെ പോകുന്നവരൊക്കെ ഇതൊക്കെ വായിച്ചു നോക്ക്. വീട്ടിൽ നിന്ന് മനസ്സിലാകും. കർത്താവ് മനസ്സിലാക്കി കൊടുക്കും എന്നാന്നുള്ളത്. അപ്പം മതത്തിൽ ചേർന്നാൽ രക്ഷ കിട്ടത്തില്ല. മതം പറയുന്നതിന്റെ പുറകെ പോയാൽ രക്ഷ കിട്ടത്തില്ല. സൃഷ്ടാവാം ദൈവം ഇന്ന് മരിച്ചാലും നിന്റെ നിത്യതയ്ക്കുള്ളത്, നിന്റെ ആത്മാവ് ജീവിക്കും. സുഹൃത്തെ, ഇതെന്റെ ജീവിത അനുഭവമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു പരലോകവാസമുണ്ട്. ഇവിടുത്തെ ജീവിതമല്ല. കർത്താവായ യേശുക്രിസ്തു സ്വന്തം ശരീരമാണ്. അല്ല ഇവിടെ ചെല്ലമ്മയുടെ സഭയും കുഞ്ഞമ്മയുടെ സഭയും ഒന്നുമല്ല. ദൈവരാജ്യം. മുന്നമേവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുന്നുണ്ടോ? അവിടെ സ്വോത്രകാഴ്ച വേണ്ട, അവിടെ കമ്മിറ്റി ഇല്ല, കൂട്ടേടിയില്ല. അതുപോലെ തന്നെ അഭിഷക്തന്മാരായ പള്ളിലച്ചന്മാരുണ്ട്, അഭിഷക്തന്മാരായ പാസ്റ്റർമാരുണ്ട്. വിശ്വാസികളെ തലമുറയ്ക്കുള്ള ശാപം പോയി മേടിച്ചു വെക്കരുത്. തലമുറയ്ക്കുള്ള ശാപം ഈ കുർബാന വിഷയം. അഭിഷക്തന്മാർ നേരെ വിരൽ ചൂണ്ടി തലമുറയ്ക്ക് ഈ പണി പോയി മേടിച്ചു വെക്കരുത്. പെന്തക്കോസ്ത് വിശ്വാസികളെ ഈ കർത്തവേശി എടുക്കുന്നിടത്ത് പലർത്തും ഞാൻ പോലീസിനെ കണ്ടിട്ടുണ്ട്. നിത്യ നരകാഗ്നി അതിനൊക്കെ വെച്ചിരിക്കുന്നത്. ഈ പോലീസും പട്ടാളവും സെക്രട്ടറിയും പ്രസിഡന്റും കൂട്ടേടി നടത്തിയാൽ നിനക്കൊക്കെയാണ് നിത്യ നരകാഗ്നി. അതുകൊണ്ട് കുർബാന വിഷയമായിക്കോട്ടെ, അഭിഷക്തനായിരിക്കും, കൈ ചൂണ്ടരുത്, പള്ളി കിടന്ന് കൂട്ടേടി നടത്തരുത്. നിനക്കൊക്കെ വരാൻ പോകുന്ന നരകം നിത്യ നരകമാണ്. അച്ഛൻ കുഴപ്പം കാണിച്ചെങ്കിൽ, പാസ്റ്റർ കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവർ കർത്താവുമായിട്ട് നിരപ്പുണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അവരെ വിരച്ചുകൊണ്ടാൻ, ഒരു അഭിഷക്തന്റെ നേരെ വിരച്ചുകൊണ്ടാൻ ആർക്കും സാധ്യമല്ല. അവരും കുഴപ്പമുണ്ട്. എന്റെ പാപങ്ങൾ ഓർത്താൽ എനിക്ക് രക്ഷയുണ്ടോ? അതുകൊണ്ട് കുർബാന എങ്ങനെ നിന്നോട്ടെ. ഇതൊക്കെ തിന്മയുടെ സന്തതികളാണ്. കുർബാന എങ്ങനെ വേണ്ടി ചെല്ലട്ടെ, കർത്തമേശ എങ്ങനെ വേണ്ടി എടുക്കട്ടെ. നിത്യ നരകാഗ്നി അതൊക്കെ വേണ്ടി വെച്ചിരിക്കുന്നത് ഓർമ്മ വേണം. സ്വന്തം രക്തത്താൽ സൃഷ്ടാവാൻ ദൈവം ഇറങ്ങി വന്നതാ.
ഇത് ചെറിയ കളിയല്ലത്. സൃഷ്ടാവുമായിട്ടുള്ള കളി എന്ന് ഓർത്തോണം. കർത്താവ് ക്ഷമിക്കുന്നവരല്ല. വചനം വായിച്ചു നോക്ക്, ഇന്ന് മുതൽ എന്താണെന്ന് മനസ്സിലാവും. 500 കോടി രൂപ ഉണ്ടാക്കി. എന്താണ് അവസാനം? പറയണ്ടേ, കണക്ക് പറയണ്ടേ? പണം ഉണ്ടാക്കുന്നവരെ, ഈ ദൈവത്തെ വിറ്റ് പണം ഉണ്ടാക്കുന്നവരെ, ഇതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ സ്വീകരിച്ചു. നീ നിന്റെ കുഞ്ഞുങ്ങൾ നിത്യ നരകാഗ്നിയാണ് ഇതിനോട് ചെല്ലുന്നത്. നിന്റെ വീടിന്റെ വലിപ്പവും കാറിന്റെ വലിപ്പവും അല്ല. ദൈവവചനത്തിൽ ഹീന ലാഭത്തിന് വേണ്ടി മായം ചേർത്ത് വിൽപ്പന നടത്തുകയാണ്. സൃഷ്ടാവിനെ വിൽക്കുകയാണ്. ഉപജീവനം കഴിച്ചു. ശുശ്രൂഷകന്മാർക്ക് ആഹാരം കൊടുക്കണം. ഗലാത്യ ലേഖനത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആഹാരം കഴിക്കണം. ശുശ്രൂഷക്കാരൻ ശുശ്രൂഷയിൽ നിന്ന് വേണം ആഹാരം കഴിക്കാൻ. ഇനി എന്താണ് ബ്രദറിന്റെ ഒരു ഭാവി പരിപാടി? ഭാവി പദ്ധതി ഞാൻ പലരെയും നോക്കി. കത്തോലിക്ക സമുദായത്തിൽ ആത്മായർക്ക് വലിയ സ്ഥാനങ്ങളൊന്നുമില്ല. അവിടെ വലിയ കാര്യങ്ങളൊന്നുമില്ല. കുർബാനയൊക്കെ ഞങ്ങൾ ഇരിക്കണം. നീ ആമേൻ പറഞ്ഞത് പോന്നാ മതി. നീ ഷാപ്പിൽ പോവോ? കാര്യങ്ങളൊന്നുമില്ല. അപ്പം എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആരെങ്കിലും നല്ല വിദ്യാഭ്യാസമുള്ള, കോട്ടയത്തുള്ള നല്ല വിദ്യാഭ്യാസമുള്ള ഏതെങ്കിലും ഒരു സഹോദരൻ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് അതിനുള്ള വേണ്ട സൗകര്യം, ഇത് പെന്തക്കോസ്ത് സഭയല്ല കേട്ടോ, ഒരു ചീഞ്ഞു കിടക്കുന്ന ഒരുത്തരോട് അതിനുള്ള വാഹനം, അതിനുള്ള പൈസ ഞാൻ കൊടുത്തോളാം. ആരെങ്കിലും അതിനുള്ള, എനിക്ക് വിദ്യാഭ്യാസം 6ാം ക്ലാസ്സേ ഉള്ളൂ, എനിക്ക് വിദ്യാഭ്യാസപരമായിട്ട് ഒന്നുമില്ല, അങ്ങനെ വിദ്യാഭ്യാസമുള്ള കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ ബന്ധപ്പെടുക. അതിനുള്ള ഒരു വഴി കർത്താവ് ഒരുക്കി തരും. ഒരു മനുഷ്യനെങ്കിലും ഒരുവൻ പോലും നശിച്ചു പോകരുത്. അവന്റെ ആത്മാവിന് വില മുഴു ലോകത്തേക്കാൾ വിലയാണ്. അപ്പോൾ എന്റെ ജീവിതം 60 വയസ്സായി, നാളെ അല്ല ഇന്ന് ഞാനിവിടെ മരിച്ചാലും എന്റെ കർത്താവിന് മുമ്പിൽ ചെല്ലുമ്പോൾ എന്റെ കർത്താവെ കർത്താവെ എന്ന് വിളിച്ച ഏവനുമല്ല, എന്റെ സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയവനെ പറയും. ഞാൻ വലിയ വീര്യപ്രവൃത്തി ചെയ്തു, ഭൂതങ്ങളെ പുറത്താക്കി, അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിന്നെ ഞാൻ ഒരു നാൾ അറിയത്തില്ലെന്നുള്ള ഗതി കേൾക്കാതെ അടിയനിതാ എന്ന് പറഞ്ഞ് പോകാൻ തയ്യാറായിരിക്കുന്നൊരു വിശ്വാസിയാണ്. ഞാൻ ബന്ധുക്കോസുകാരോടും എനിക്ക് എതിർപ്പില്ല, എനിക്ക് മുസ്ലിങ്ങളോടും എതിർപ്പില്ല. ഞാൻ ഒരു മതത്തിലും ആളല്ല. ഞാൻ പിന്നെ ജീവിക്കുമ്പം എനിക്കൊരു മതം വേണമല്ലോ. അങ്ങനെ ഞാൻ കത്തോലിക്ക സഭയിലെ ഒരു മെമ്പറാണ്. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ കേൾക്കുന്ന ഈ കുർബാന വിഷയത്തിലൊക്കെ പോയി അച്ഛന്മാർക്ക് നേരെ വിരൽ ചൂണ്ടി ആവശ്യമില്ലാത്ത തലമുറയ്ക്ക് പോയി പണി മേടിച്ച് വെക്കരുത്. അച്ഛൻ അഭിഷക്തനായിരിക്കും, ചിലപ്പോൾ പ്രശ്നക്കാർ, പോലീസുകാരിൽ തന്നെ കള്ളന്മാരുണ്ട്. മനുഷ്യരിൽ 100 പേരിൽ 5 പേര് കള്ളന്മാരുണ്ട്. അപ്പം ഒരു ഭാഷന്മാർക്കെതിരെയും തല്ലാനും കുത്താനും കൊല്ലാനും ഒന്നും പോയേക്കരുത്. ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആരെങ്കിലും കോട്ടയത്തുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടുക. അതിനുള്ള സൗകര്യങ്ങൾ കർത്താവ് ഒരുക്കി തരും. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇത്രയും സമയം ബ്രദറിനോട് സംസാരിക്കാൻ കഴിയും ഒരു വലിയ അനുഗ്രഹമായി കാണുകയാണ്. ദൈവം ബ്രദറിനെ അനുഗ്രഹിക്കട്ടെ.